ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അന്ന് 2 വീഡിയോ ഇട്ടിട്ട് പോയതാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ പോയി വഴിക്കേ പോയി, പിന്നെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല അല്ലേ. സോ മടിയാണ്, വേറൊന്നുമല്ല, മടി പിടിച്ചിരുന്നു പോയി. കാര്യം എക്സാമാണ് എന്നൊക്കെ പറഞ്ഞ് ബുക്കൊക്കെ എടുത്തിരിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. കാര്യമായിട്ട് മടി പിടിച്ചു പോയി. ഫോണെടുത്ത് എക്സാം പഠിക്കാമെന്നും പറഞ്ഞ് ബുക്ക് എടുത്തിരിക്കുന്നു, ഫോൺ വയ്ക്കുന്നു, പക്ഷേ ഫോണിൽ യൂട്യൂബ് സ്ക്രോളൊന്നും ഇൻസ്റ്റാഗ്രാം സ്ക്രോളൊന്നും ഇത് തന്നെയാണ് പരിപാടി. സമയം പോകുന്നത് അറിയുന്നില്ല. ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് എന്താണെന്നറിയില്ല, വല്ലാണ്ട് അങ്ങ് മടി പിടിച്ചു പോയി. പക്ഷേ അങ്ങനെ ഇരുന്നാൽ പറ്റില്ല, കുറച്ച് സീരിയസ് ആയിട്ട് കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് 28 ഒക്ടോബർ 2025. സോ ഇനി നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിന് ആകെയുള്ള സമയം എന്ന് പറയുന്നത് 50 ദിവസമാണ്. സോ 50 ദിവസത്തിനുള്ളിൽ നമുക്ക് മൊഡ്യൂൾ 1, 2, 3, 4, 5 and 6, 7 and 8 മൊഡ്യൂൾസാണ് നമുക്ക് തീർക്കാനുള്ളത്. സോ ഇപ്രാവശ്യത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എക്സാമിന് നമ്മുടെ സബ്ജക്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അത് അറിയാത്ത കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. സബ്ജക്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്രം പഠിച്ചാൽ മതി. കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ എക്സാം വരെ നോട്ടിഫിക്കേഷൻ സിലബസ് വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. സൈബർ ക്രൈമും കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം ഒരു ഫേവർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. സോ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ നോട്ട്സും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് ഓൾറെഡി. ഇത് HSAയുടെ സെയിം സിലബസാണ്. HSAക്ക് പാർട്ട് എ കൂടി ഉണ്ടായിരുന്നു, ജനറൽ പാർട്ട് കൂടി ഉണ്ടായിരുന്നു. സോ സബ്ജക്റ്റ് വൈസ് ഇത് HSAയുടെ സെയിം സിലബസാണ്. ഇതൊക്കെ അതിൻ്റെ നോട്ട്സാണ്. സോ എല്ലാ മൊഡ്യൂൾ വൈസസ് നോട്ട്സും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. സോ അതുകൊണ്ടാകും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഉഴപ്പി നടക്കുന്നത്. കാരണം ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. പക്ഷേ ഓൾറെഡി പഠിച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്നുകൂടിയല്ല, നമുക്ക് ആഴത്ത് പഠിക്കേണ്ട സാധനം തന്നെയാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാം കഴിഞ്ഞു, അത് അതിൽ പോയി. ഒന്നും കൂടി ഇനി പഠിച്ചെടുക്കണം. പക്ഷെ നോട്ട് ഉണ്ട് എന്നുള്ളൊരു ഉപകാരം മാത്രമേ, ഒരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ മടിപ്പിടിച്ച് ഒന്നും നടക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം. സോ ഞാൻ വിചാരിക്കുന്നു ഒരു ഡേ 50 സീരീസ് നമുക്ക് ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പഠിത്തം ഒന്ന് ഉഷാറാക്കാം. ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ പറ്റില്ല. നമുക്ക് എന്തായാലും ജോലി നേടണം. സോ എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ഇടണേ, ലൈക്ക് ഇടണേ. സോ നിങ്ങൾ കമൻറ്റാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ.